മുൻമന്ത്രി കെ ബാബുവിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാങ്ക് അക്കൗണ്ടുകളും ലോക്കറുകളും ഇന്നും പരിശോധിച്ചു. ബാബുവിന്റെ ഇളയ മകൾ ഐശ്വര്യയുടെ പേരിലുള്ള യൂണിയൻ ബാങ്ക് ലോക്കർ പരിശോധിച്ചതിൽ 100 പവനോളം സ്വർണം കണ്ടെത്തി. ബാബുവിന്റെ തൃപ്പൂണിത്തുറ വിജിലൻസ് പരിശോധിച്ചു. അതേസമയം വിജിലൻസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കെ ബാബുവിന്റെ മരുമകൻ വ്യക്തമാക്കി. കെ ബാബുവിന്റെ ഇളയ മകൾ ഐശ്വര്യയുടെ പേരിലുള്ള യൂണിയൻ ബാങ്ക് പൊന്നുരുന്നി ശാഖയിലുള്ള ബാങ്ക് ലോക്കർ പരിശോധനയിലാണ് 100 പവനോളം സ്വർണം കണ്ടെത്തിയത്. ഇളയ മകളുടെ പേരിലുള്ള മറ്റൊരു ബാങ്ക് ലോക്കറിൽ നിന്നും മൂത്ത മകളുടെ പേരിലുള്ള തൊടുപുഴയിലെ ബാങ്ക് ലോക്കറിൽ നിന്നുമായി 156 പവൻ സ്വർണവും നേരത്തെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. സ്വർണം വാങ്ങിയതിന്റെ സ്രോതസ്സിനെക്കുറിച്ച് വിജിലൻസ് വിശദമായി അന്വേഷിക്കും. അതേസമയം വിജിലൻസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ ബാബുവിന്റെ മരുമകൻ വിപിൻ പറഞ്ഞു. ഈ സെയിൽ ഡീഡ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഒരു ബ്ലാക്ക് മണി ട്രാൻസാക്ഷനോ അങ്ങനെ വന്നിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണോ ബാങ്ക് ത്രൂ വന്നിരിക്കുന്ന ആ ഡീറ്റെയിൽസ് ഫുള്ളും ഈ ഡോക്യുമെൻറ്റിൽ റെക്കോർഡാണ്. ഒരു പ്രിലിമിനറി എൻക്വയറി നടന്നിരുന്നെങ്കിൽ തന്നെ ഇത്രയും ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും വരേണ്ട കാര്യമില്ല. ഞങ്ങളൊരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അപ്പാർട്ട് ഫ്രം മിസ്റ്റർ കെ ബാബു, ബിക്കോസ് ഇത് വസ്തുതാരഹിതമാണ്. യൂണിയൻ ബാങ്കിലെ പരിശോധനയ്ക്ക് ശേഷം കെ ബാബുവിന്റെയും ഭാര്യ ഗീതയുടെയും പേരിലുള്ള തൃപ്പൂണിത്തുറയിലെ 2 ബാങ്ക് അക്കൗണ്ടുകളും വിജിലൻസ് പരിശോധിച്ചു. ബാങ്ക് അക്കൗണ്ടുകളുടെയും ലോക്കറുകളുടെയും പരിശോധന പൂർത്തിയാക്കിയ വിജിലൻസ് ഇതുവരെ കണ്ടെടുത്ത രേഖകളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ നമ്മോടൊപ്പം മുഹമ്മദ് റിയാസ്, CPM നേതാവ്, ഒപ്പം മാധ്യമപ്രവർത്തകൻ അജിത്ത് വീക്ഷണം, റിജി ലൂക്കോസ് മാധ്യമപ്രവർത്തകൻ, ജയേഷ് കുട്ടമത്ത് പൊതുപ്രവർത്തകൻ കൂടി ചർച്ചയിൽ പങ്കുചേരും. ശ്രീ മുഹമ്മദ് റിയാസിലേക്ക്. മുഹമ്മദ് റിയാസ്, കൂട്ടിൽ നിന്നും പുറത്തേക്ക് പറക്കുന്ന തത്ത ഇങ്ങനെ പോകുമ്പോൾ അവിടെ പല കോൺഗ്രസ്സുകാരുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഇന്നിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറ തുറക്കുന്നത് പോലെയൊക്കെയുള്ള ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ്. ലോക്കറുകൾ ഓരോന്നായി തുറക്കുമ്പോൾ ആ ആശ്ചര്യത്തോടു കൂടിയാണ് എല്ലാവരും നോക്കുന്നത്. സ്വതന്ത്രമായ രീതിയിൽ വിജിലൻസ് മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ അനുരണനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിൽ ജനങ്ങൾ വലിയ രീതിയിലേക്കുള്ള പിന്തുണയാണ് വിജിലൻസിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് രീതിയിലേക്ക് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പൂർണ്ണ പിന്തുണ നൽകിയതിന് പൊതുവെ നൽകിയിട്ടുള്ളത്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കൂട്ടിലിട്ട തത്ത എന്ന് പറയുന്നത് മുമ്പ് സുപ്രീം കോടതിയെ CBIയെ കുറിച്ച് സുപ്രീം കോടതി പരാമർശിച്ചതാണ്. CBI ഈസ് എ പാരറ്റ് ഇൻ എ കേജ്. വിജിലൻസ് ആയാലും CBI ആയാലും ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ അവരുടെ രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി. കേരളത്തിലെ വിജിലൻസും ആ വിജിലൻസിനെ UDF സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെ ഉപയോഗിച്ചു, അതിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പരസ്യമായ ഒഴുപ്പലക്കലും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇവിടെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള അഴിമതികൾ, ആ അഴിമതികൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്ത് കൂടിയായിരുന്നു, അഴിമതി വിരുദ്ധ വികാരം കൂടിയായിരുന്നു ഇടതുപക്ഷ സർക്കാരിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്. അങ്ങനെയുള്ള UDF സർക്കാരിൻ്റെ അഴിമതികൾ കണ്ടെത്തുക എന്നുള്ളത്, അഴിമതി നടത്തിയവരെ, അത് മറ്റ് രാഷ്ട്രീയ വകപോക്കലോ മറ്റൊന്നും അതിലെങ്കത്തില്ല, അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വിജിലൻസിനെ സ്വതന്ത്രമായി വിടണം. ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങളോ ഒരു തരത്തിലുള്ള ഭീഷണിയോ ഒരു തരത്തിലുള്ള നിയന്ത്രണമോ സർക്കാർ അഴിമതി കണ്ടെത്തുന്നതിൽ വിജിലൻസ് മുന്നോട്ട് പോകുന്നതിൽ വരുത്തിയിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിർഭയം നിഷ്പക്ഷമായി ജോലി ചെയ്യാൻ ആ വിജിലൻസ് ടീമിന് സാധിക്കുന്നത്. അതായത് മുഹമ്മദ് റിയാസ്, ചുരുക്കി പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പകപോക്കൽ എന്ന രീതിയിലൊക്കെയുള്ള പ്രയോഗം ഇനി അസ്ഥാനത്തേക്ക് മാറുകയാണ്. കാരണം രാഷ്ട്രീയ പകപോക്കല്ല, യാഥാർത്ഥ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ഒരു പ്രയോഗത്തിന് യാതൊരു അടിസ്ഥാനമില്ല എന്ന് വെളിവാവുകയാണോ? ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് KPCCയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ പോലും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പോലും അങ്ങനെ നിലപാടെടുത്തിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ശ്രീ VM സുധീരൻ പോലും പറയാത്തൊരു കാര്യമാണ്. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അഴിമതി നടത്തിയതിന് പിടിക്കപ്പെടുമെന്നുള്ള ഭയമുള്ളവരായിരിക്കാം എന്നാണ് ജനം കരുതുന്നത്. ഈ വിജിലൻസിൻ്റെ മൂവിനെ ആരെങ്കിലും ഭയത്തോടെ കാണുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ഗുണകരമല്ല എന്ന് തോന്നുന്നവരോ മാത്രമാണ് ഇതൊരു പൊളിറ്റിക്കൽ റൈവലറിറ്റിയുടെ ഭാഗമായി ചെയ്യുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ പകപോക്കലല്ല ഇത് എന്ന് ഏവർക്കും അറിയുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അഴിമതി നടത്തിയവർ പിടിക്കപ്പെടണം. ഒരു കോംപ്രമൈസ് അതിനകത്തില്ല. ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അധികാരത്തിൽ വന്ന് ആ സ്ഥാനം ഉപയോഗിച്ച് കളവ് നടത്തിയവർ, മോഷണം നടത്തിയവർ പിടിക്കപ്പെടണം, കൊള്ള നടത്തിയവർ പിടിക്കപ്പെടണം. അതിന് വിജിലൻസ് സംവിധാനത്തെ
ഫലപ്രദമായി കൊണ്ടുപോകാൻ വിജിലൻസിൻ്റെ സ്വതന്ത്ര സ്വഭാവം കൂടിയേ തീരൂ. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. എല്ലാവരുടെ പിന്തുണയും അതിന് വരുന്നുണ്ട്. തീർച്ചയായും താങ്കളെ ശ്രീ അജിത് കുമാർ, അവിടെയാണ് ഇതൊരു രാഷ്ട്രീയ വിഷയമായി പോലും പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ കടുത്ത പ്രതിസന്ധി ഈ വിഷയം UDF-ൽ കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം KPCC പ്രസിഡന്റ് മൗനം തുടരുന്നു. രമേശ് ചെന്നിത്തല കാര്യമായ ഒരു പ്രതികരണം പോലും നടത്തുന്നില്ല. ആകെ പറയുന്നത് ഹസനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി. ഈ അർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കാൻ പോലും കഴിയുന്നില്ല. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ കുടുങ്ങും എന്ന രീതിയിലേക്കാണ് ശ്രീ അജിത്ത്. ഇത് കേവലം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ പകപോക്കലോ പ്രതികാര നടപടിയിലോ എന്നതിലേക്ക് പറയാൻ ഇനിയും കഴിയുമോ? ഇപ്പോൾ ജീഷ്, നമുക്കറിയാം, ശ്രീ റിയാസ് ഇപ്പോൾ പറഞ്ഞ് കേട്ടത് എന്നോട് കുറേ കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ എനിക്ക് ഡിസഗ്രിമെൻ്റ് ഉള്ള ചില കാര്യങ്ങൾ ആദ്യം അങ്ങ് പറയട്ടെ. അപ്പോൾ അതിൻ്റെ ഉത്തരവായിട്ട് വരും, പ്രതീക്ഷിച്ച ചോദ്യത്തിന് ഉത്തരവുമാകുമല്ലോ അത്. ഇതിപ്പോൾ ആ അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ ആരും വിമർശിക്കത്തില്ല. അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന ജനസമൂഹം അല്ല താനും നമ്മുടെ മലയാളി. അപ്പോൾ തീർച്ചയായിട്ടും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അഴിമതി കാണിച്ചാൽ ഈ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും എന്നുള്ളൊരു പ്രയോഗം തന്നെ ശ്രീ റിയാസ് ഇപ്പോൾ പറഞ്ഞത് തന്നെ ഇതേ പ്രയോഗം ശ്രീ ബാബു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ ബാർക്കോഴ വിവാദങ്ങൾ ആദ്യം ഉണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഒരു രീതിയിലും അധികാര സ്ഥാനങ്ങളിലെ ഉന്നതങ്ങളിലെ അഴിമതിയെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ പോലെ ആരും ഇതിനെ ശ്രീ ബാബുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണ്ടായില്ല എന്നുള്ള ആ ഒരു നിരീക്ഷണം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലത്തെ UDF യോഗത്തിൽ പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല ഘടകകക്ഷി നേതാക്കന്മാരും ഈ വലിയൊരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. അത് ആരാണ് പറയേണ്ടിയിരുന്നത്? ആരാണ് പറയേണ്ട വാക്കുകളിൽ നിന്നും എന്തേ ഈ മൗനം തുടരുന്നു എന്ന ചോദ്യം ദിനങ്ങൾ ഇത്രയും ആയല്ലോ, അതിനൊരു ഉത്തരം. അതെ, തീർച്ചയായിട്ടും വേണം. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു കേവലം 100 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ആ വാക്ക് തന്നെ പറഞ്ഞോട്ടെ, ഒരു പ്രതികാര മനസ്ഥിതിയോടെ അല്ലെങ്കിൽ വൈരനിര്യാതന ബുദ്ധി എന്ന് പറയുന്ന രീതിയിൽ മുൻ മന്ത്രിസഭയിലെ മുൻ അംഗങ്ങളെല്ലാവരും അങ്ങ് കൊള്ളരാത്തവരും അഴിമതിക്കാരുമാണെന്നുള്ള ഒരു ധാരണ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സന്ദേഹം. ആര് സൃഷ്ടിക്കപ്പെടുന്നു? ആര് സൃഷ്ടിച്ചു? അപ്പോൾ ഇതിന്റെ ശ്രീ അജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു രാഷ്ട്രീയ അർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ആരാണ് ഇത്തരത്തിൽ ധ്വനി ഉണ്ടാക്കുന്നത്? അത് നിങ്ങളുടെ KPCC അധ്യക്ഷനല്ലേ? അധ്യക്ഷന്റെ മൗനം, KPCC അധ്യക്ഷൻ വളരെ വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഈ സെപ്റ്റംബർ 24-ാം തീയതി കോൺഗ്രസിന്റെ പുതിയൊരു സമിതി, ഉന്നതാധികാര സമിതി ഉണ്ടായിട്ടുണ്ടല്ലോ പാർട്ടിക്കുള്ളിൽ. അതിൻ്റെ ആദ്യത്തെ യോഗം ഓണത്തിന് ശേഷം 24-ാം തീയതി നടക്കാൻ വെച്ചിരിക്കുകയാണല്ലോ. അതിനുശേഷം പ്രതികരിക്കാമെന്ന് ശ്രീ സുധീരൻ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീ സുധീരൻ ഇക്കാര്യത്തിൽ അഭിപ്രായം ഇല്ലാഴികയല്ല, അല്ലെങ്കിൽ ഇത് ഈ അഭിപ്രായം പറയുന്നത് ഒളിച്ചോടുകയാണെന്ന് വിചാരിച്ചുകൂടാ. 24-ാം തീയതി ഉന്നതാധികാര സമിതിയിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമ്പോൾ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പലവട്ടം ആലോചിക്കണം. കാരണം ഇപ്പോഴും സംശയമാണ്. സംശയത്തിന്റെ സുധീറിന്റെ മുന്നിലും ബാബു അല്ല. ഒരു കാര്യം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് രാഷ്ട്രീയം കാണണ്ട അഴിമതിയുടെ കാര്യത്തിൽ. അതാരായാലും ജനപ്രതിനിധികൾ മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഏത് തരത്തിലും മെമ്പർ ഓഫ് പഞ്ചായത്ത് മുതൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് വരെയുള്ളവർ, പ്രത്യേകിച്ച് മന്ത്രിമാർ ആയിട്ടിരിക്കുന്നവർ, അവരൊക്കെ ഈ പറഞ്ഞ സംശയങ്ങൾക്ക് അതീതരായിരിക്കണം. സീസറിൻ്റെ ഭാര്യയെക്കുറിച്ച് മുമ്പ് ശ്രീ KM മാണി പറഞ്ഞിരുന്നത് പോലെ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നവരെ പ്രതിരോധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ഈ പറയുന്ന ഭൂരിപക്ഷം പേരും ഒരു പക്ഷേ എല്ലാ അർത്ഥത്തിലും ഈ വിജിലൻസിന്റെ നടപടിയിൽ കൂടി ശ്ലാഘിക്കുകയാണ് ശ്രീ അജിത്ത് കോൺഗ്രസിനുള്ളിൽ. അല്ല, അത് ഒരു കാര്യമുണ്ട്. വിജിലൻസിന് ഒരു സ്വയംഭരണ അവകാശവും പിന്നെ മറ്റ് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് കൈകടത്തലില്ലാണ്ട് സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും ശരിയായ ദിശയിൽ അന്വേഷണം നടത്തുന്നതിനോട് നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം ഇപ്പോഴും വന്നു ചേർന്നിരിക്കുന്നത് താങ്കളും അംഗീകരിക്കുന്നുണ്ട്. അത് അന്വേഷണം മുമ്പ് ശ്രീ ബാബുവിനെതിരെ ആദ്യം ആരോപണം ഉന്നയിക്കപ്പെട്ടു. വിജിലൻസിന്റെ ഒരു 2 മാസം മുമ്പുള്ള വിജിലൻസിന്റെ സ്ഥിതിയും ഇന്നത്തെ വിജിലൻസ് പൂർണ്ണമായും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ കണ്ണുകൂടെ താങ്കളും അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും വിജിലൻസിന് സ്വതന്ത്രമായ വഴി തുറന്നു കൊടുക്കുന്നതാണ് നല്ലത്. എങ്കിലേ അതിൻ്റെ ഉദ്ദേശിച്ച ഫലം സിദ്ധി ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അപ്പോഴും ചില സംശയങ്ങൾ ബാക്കി വരുന്നു പ്രതീക്ഷ. അതായത് ശ്രീ രാഷ്ട്രീയമായിട്ടാണോ? അല്ല, ഈ പിന്നെ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന് സത്യസന്ധതയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കർണാടകത്തിലെ ഭൂമി വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ ഈ പ്രോസസ്സിൽ എന്ത് കരട് താങ്കളെ പോലെയുള്ളവർക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും? ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് ശ്രീ ബാബു പിന്നെ തുറമുഖ വകുപ്പിൻ്റെ കൂടെ മന്ത്രിയായിരുന്നല്ലോ, എക്സൈസ് മാത്രമല്ലല്ലോ.
അന്ന് വിജിലൻസ് ഡയറക്ടറായിരിക്കെ ശ്രീ ജേക്കബ് തോമസിനെ അൺസെറിമോണിയസ് ആയിട്ട് കൈക്കലയില്ലാണ്ട് വാങ്ങി വെച്ചു എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിനെ അവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കുകയും അതിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള പിന്നെ അന്നത്തെ ബുദ്ധിയായിരിക്കും താങ്കൾ ആരോപിക്കുന്നത്. അങ്ങനെ ഉണ്ട്. അത് ആരോപണം ഞാൻ എന്നെ എടുക്കുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ആ വൈരനിരാധന ബുദ്ധി എടുക്കാം നമുക്ക്. എങ്കിലും ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യത്തിൽ എന്തെങ്കിലും ഒരു കരട് കണ്ടെത്താൻ കഴിയുമോ? വൈരനിരാധന ബുദ്ധിയോടുകൂടി അദ്ദേഹം കുറച്ചുകൂടി മറികടന്നുകൊണ്ട് പോവുകയാണ്. എങ്കിലും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇന്ന് തുറക്കപ്പെടുന്ന ലോക്കറുകൾ അല്ലെങ്കിൽ അഴിയപ്പെടുന്ന തെളിവുകൾ ഇതൊക്കെ അല്ലാതെ സത്യമല്ലാതെ ആകുന്നില്ലല്ലോ ശ്രീ റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും അവിടെ എനിക്കൊരു കാര്യം ആദ്യം പറയാനുണ്ട്. എന്താ വെച്ചാൽ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഴുങ്ങിക്കേട്ട ശബ്ദം അല്ലെങ്കിൽ ഒരു വാചകമുണ്ട്. കഴിഞ്ഞ 5 വർഷം നിയമം നിയമത്തിൻ്റെ വഴിയേ പോകും. ഇതാദ്യമായിട്ട് നിയമത്തിൻ്റെ വഴി യാത്ര തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉൾപ്പെടെ 20ഓളം മന്ത്രിമാർ ജയിൽവാസത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിലേക്കാണ് കേരളം അടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ബാബുവിനെ കുറിച്ച് ഇപ്പോൾ പ്രതീക്ഷ ചോദ്യത്തിന് മറുപടിയുണ്ട്. കെ ബാബു എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ ചരിത്രം ഒന്ന് പഠിക്കണം. നമ്മളെല്ലാവരും ഓരോ വീടുകളിൽ നിന്നും ജന്മമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരികയും കേരളത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലങ്ങളോട് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവ് അങ്കമാലിയിലെ ഒരു വളരെ ചെറിയൊരു ചായക്കടയിൽ തുടങ്ങിയ ആളാണ്. ബാബുവിന് ഇന്ന് വരെ എന്തെങ്കിലും ഒരു സാമ്പത്തിക വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു തൊഴിലും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്ത ഏക തൊഴിൽ എന്ന് പറയുന്നത് 25 വർഷക്കാലം കേരള നിയമസഭയിൽ MLA ആയിരുന്നു. അതിൽ 5 വർഷക്കാലം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കേരളത്തിലെ വിജിലൻസ് കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ അറിയുന്നത്. ഏതാണ്ട് പറയുമ്പോൾ അതിശയോക്തിയായിട്ട് തോന്നുന്നത് ആ കണക്ക് ഞാൻ അവരോട് അവതരിപ്പിക്കുക ആധികാരികമായിട്ടാണോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. 1000 മുകളിൽ കോടി രൂപയുടെ അഴിമതിയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഈ 1000 മുകളിലുള്ള കൊടുക്കുക? ഐസാർ ഇടപെടരുത്. അതായത് ഞാൻ ഇന്നലെ ചർച്ച പറഞ്ഞത് 20% കമ്മീഷനാണ് മദ്യം പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത്. 20%. അത് 20-ലും പോലും 50% വരെ ചെയ്യുന്ന ക്വാളിറ്റി കുറഞ്ഞ മദ്യങ്ങളുണ്ട്. ആ തലത്തിൽ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ പർച്ചേസ് ഇവിടെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞ 5 വർഷം കൊണ്ട്. 1 ലക്ഷം കോടിയല്ല. അപ്പോൾ അതിൻ്റെ തന്നെ കമ്മീഷൻ വരുന്നുണ്ട്, ഭീമമായ എമൗണ്ട്. അതൊന്ന്. രണ്ടാമത് ഇദ്ദേഹം മത്സ്യബെഡിൻ്റെ മന്ത്രിയായിരുന്നു. ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരികതയൊക്കെ നമ്മൾ പഠിക്കണം. അതിനകത്തെ അഴിമതികളോട് കൂടി കേരളത്തിലേക്ക് പുറത്തു വരാൻ പോവുകയാണ്. നേരത്തെ തുറമുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. തുറമുഖ വകുപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അദാനിക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അവർ എഗ്രിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. എന്താ അറിയോ? 500 കോടി രൂപയുടെ അഴിമതി അതിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാബു എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഭീകരനായ കൊള്ളക്കാരൻ്റെ ചിത്രമാണെന്ന് കേരളത്തിൽ. ബാബുവിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളെ കേരളത്തിൻ്റെ സമൂഹം ബഹിഷ്കരിച്ചില്ലെങ്കിൽ, ബാബുവിനെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൻ്റെ വീരിമാരിലൂടെ യാത്ര ചെയ്യുന്നതിന് കേരളത്തിലെ ജനങ്ങളെ തടസ്സുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ ജനാധിപത്യം വെറും ഒരു ഒരു മരീചികയായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒറ്റ കാര്യം കൂടെ പ്രജീഷ് പ്ലീസ് എനിക്ക് പറയാൻ അവസരം തരണം. ഈ കേരളം ആദരിക്കുന്ന ചുരുക്കം ചില മാധ്യമ പ്രവർത്തകരോടാണ് ഈ അജിത് സാറ്. എനിക്ക് അദ്ദേഹത്തിനോട് വളരെയധികം ബഹുമാനമുണ്ട്. കാരണം അദ്ദേഹം ഇന്നലെയും ഇതേ ചാനലിലെടുത്ത നിലപാട് ആർജവത്തോളാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും പുറത്തു വന്ന ചില വാക്കുകളുണ്ട്. ഈ മനുഷ്യനെ പിന്താങ്ങാൻ കോൺഗ്രസിനകത്ത് അധികം ആൾക്കാർ ഉണ്ടാകത്തില്ല. അത് കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായിട്ട് ചർച്ചയിൽ പോലും അങ്ങനെ ഒരു കോൺഗ്രസ് സാന്നിധ്യം പോലും ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള നിലപാടുകൾ KPC അധ്യക്ഷന്റെ ഭാഗത്തൂടെ വന്നിട്ടുണ്ട്. ശ്രീ ജയേഷ് കുട്ടമത്ത്, താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പൊതുതാൽപര്യ ഹർജിയുമായിട്ടൊക്കെ പോകാൻ ശ്രമിച്ച ഒരു ഘട്ടത്തിലാണ്. കാരണം ഈ സർക്കാർ വരുന്നത്, അവിടെ വിജിലൻസിനെ കുറിച്ചൊക്കെയുള്ള നിലപാടുകളൊക്കെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് പോകാൻ ശ്രമിച്ചത്. ഇന്നിപ്പോൾ കെ ബാബുവിലേക്ക് മാത്രമാണോ കാര്യങ്ങൾ ഒതുങ്ങുന്നത്? അന്വേഷണത്തിൻ്റെയൊക്കെ വ്യാപ്തി കൂടിക്കഴിഞ്ഞാൽ KPCC നേതൃയോഗത്തിന് പോലും ആളെ കിട്ടാത്ത സ്ഥിതിക്ക് കാര്യങ്ങൾ മാറുമോ? അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ എത്രത്തോളമുണ്ട്? പ്രജീഷ്, കാരണം നമുക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ ആദ്യം പറയട്ടെ. കാരണം LDF വരട്ടെ, എല്ലാം ശരിയാക്കാം എന്നുള്ളൊരു മുദ്രാവാക്യം ആദ്യം തന്നെ ഇവർ പറഞ്ഞു ഇലക്ഷൻ്റെ പ്രകടന പത്രികയിൽ. പക്ഷേ LDFിൻ്റെ ആ ഒരു തീരുമാനം വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. കാരണം ഇന്ന് തന്നെ അറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ, നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ ബാബു തന്നെയാണ്. കാരണം ഇത് മുമ്പേ അറിയാവുന്ന ആളാണ് ശ്രീ KPCC പ്രസിഡന്റ്. അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിൽ ഇന്ന ആൾക്കാർ മത്സരിക്കേണ്ട, സീറ്റ് നൽകണ്ട എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചത്. അതിൻ്റെ വിഷമം കൊണ്ട് ഇവിടുന്ന് ഓടിയെത്തിയത് ആരാണ്? ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഈ കെ ബാബുവിൻ്റെ സ്വന്തം കക്ഷിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അപ്പോൾ ഇത് അന്വേഷണം പോകുന്നത് എങ്ങോട്ടാണ്? ബെന്നി ബെഹന്നാൻ, അത് കഴിഞ്ഞാൽ നേരെ ഉമ്മൻചാണ്ടി. അപ്പോൾ ഉമ്മൻചാണ്ടി ഇതിൻ്റെ അകത്തിലെ പ്രധാന കണ്ണി തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ പേരിലും അന്വേഷണം വേണം. കാരണം ബാർക്കോഴയിൽ പ്രധാന കണ്ണി ഉമ്മൻചാണ്ടി തന്നെയാണ്. കാരണം ഇവരുടെയൊക്കെ പിന്നിൽ ഇതിൻ്റെയൊക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടായി പ്രവർത്തിച്ചത് ആരാണ്? സരിതാ നായരാണ്. അപ്പോൾ ഈ സരിതാ നായരും ഈ കെ ബാബുവും
പിന്നെ ഉമ്മൻചാണ്ടിയും ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു കോക്കസ് തന്നെയാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. എത്ര കോടികളുടെ അഴിമതിയാണ് കാണിച്ചത്. അദ്ദേഹം പറഞ്ഞ പോലെ കെ ബാബുവിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി വളരെ വ്യക്തമായി നമുക്കറിയാം. അദ്ദേഹം അതിനുശേഷം അധികാരത്തിലേറിയപ്പോൾ ഒരു ഇന്ത്യയിൽ തന്നെ റിലയൻസ് കമ്പനിക്ക് പോലും വളർച്ചയിലെത്താൻ പറ്റാത്തതിനേക്കാളും കൂടുതൽ ആസ്തിയാണ് 5 വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് എന്താണ് അജിത് സാർ പറഞ്ഞ പോലെ അദ്ദേഹം ഈ വിജിലൻസ് ഡയറക്ടർ അല്ലെ വിജിലൻസ് നമ്മുടെ DGP അദ്ദേഹത്തിനുള്ള വൈരാഗ്യമാണ് തീർക്കുന്നത്. മണ്ടത്തരമല്ലേ അജിത് സാർ പറയുന്നത്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? കാരണം അദ്ദേഹം സത്യസന്ധമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിന് ഒത്താശ നൽകിയതോ കേരളത്തിൽ ഇന്ന് ഭരണം അറിയാവുന്ന ഒരു മുഖ്യമന്ത്രി. കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ചല്ലോ. തീർച്ചയായും അതാണ് ശ്രീ അജിത്ത്, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ അജിത് കുമാർ പറയുന്നത് പോലെ ചെറിയ അർത്ഥത്തിൽ പോലും ഇതിനകത്ത് വൈരനിരാധന ബുദ്ധി കാണേണ്ടതുണ്ടോ? നിങ്ങളൊക്കെ ആ രീതിയിലാണോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ഇക്കാര്യത്തിൽ പിടിവാശി, കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമായി UDF-നുള്ളിൽ മാറുകയാണോ? കാരണം ഒരാൾ പോലും ബാബുവിനെതിരെ അല്ലെങ്കിൽ ബാബുവിന് വേണ്ടി ന്യായീകരിക്കാൻ വരാത്തൊരു സാഹചര്യം, ഇതൊരു രാഷ്ട്രീയ വിഷയമായി UDF-ൽ കോൺഗ്രസിൽ മാറുകയാണോ ശ്രീ മുഹമ്മദ് റിയാസ്? ഇത് 2 ആംഗിളിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ രണ്ടിനും പറയാനുള്ള സമയം തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്ന്, ഞങ്ങൾക്ക് ഇതിനകത്ത് വൈരനിരാധന ബുദ്ധിയില്ല, പകവീട്ടൽ സമീപനം ഇതിനകത്തില്ല എന്ന് നിയമസഭയിൽ തന്നെ ഈ വിഷയമല്ല വേറെ വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷവും പൊതുവെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിമാർ പണ്ടും പലതും പറയാറുണ്ട്, പക്ഷെ പറയുന്നത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും ആണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ നിലയിൽ ഇതൊരു പകപോക്കൽ സമീപനമല്ല. ഇനി പറയുന്നതൊന്നാണ്, പ്രവൃത്തി വേറെയാണ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറ്റേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെയും മറ്റു ചിലർക്കെതിരെയുമുള്ള കേസുകൾ വന്ന സമയത്ത് സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. അത് അതിൻ്റേതായ രീതിയിലേക്ക് വിട്ടു, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ. അത് എന്തെന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞ് ഞാൻ വിഷയത്തിൽ നിന്ന് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. പിറകോട്ട് ജനം ഞങ്ങളെപ്പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതുമല്ല. പഴയ അഴിമതി മാത്രം ചർച്ച ചെയ്തു പോകാനോ അതിങ്ങനെ വിളിച്ചു പറയാനോ അല്ല. ഞങ്ങൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള പ്രധാന ഉത്തരവാദിത്തമാണ് ജനം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പഴയ അഴിമതി, പഴയ വിഷയങ്ങൾ അതിങ്ങനെ പറഞ്ഞു പോകാൻ താല്പര്യം തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിലും കേരളത്തിലാകെയും റിസൾട്ടിനകത്ത് പ്രതിഫലിച്ച കാര്യമാണ്. രണ്ടാമത്തെ പ്രശ്നം താങ്കൾ ഇവിടെ സൂചിപ്പിച്ച ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം, അത് ഇതിനകത്ത് ആ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടില്ല. അതായത് ഒരു രാഷ്ട്രീയ വിഷയമായി ഇവിടെ ചെന്നിത്തല മൗനം പാലിക്കുന്നു. KPC അധ്യക്ഷൻ പറയേണ്ട KPC അധ്യക്ഷൻ അജിത് സൂചിപ്പിച്ചതുപോലെ അടുത്ത യോഗത്തിന് ശേഷം പറയാം എന്ന ഗതികേടിലേക്ക് KPC അധ്യക്ഷൻ പോയിരിക്കുന്നു. അതെ, അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല നമ്മുടെ രാജ്യത്തും ലോകത്തും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി ഭരണാധികാരികളുടെ, സാമൂഹിക പ്രവർത്തകരുടെ അഴിമതി മാറിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥ അഴിമതി മാറിയിട്ടുണ്ട്. അതിലൊരു പ്രധാന കാരണം ഇന്ന് ലോകത്തും നമ്മുടെ രാജ്യത്തൊക്കെ നടപ്പിലാക്കുന്ന നയമാണ്. ആ നവലിബറൽ നയത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് അഴിമതി. അത് സ്വാഭാവികമായി അഴിമതി തുക വർദ്ധിപ്പിക്കാനൊക്കെ കാരണമായിട്ടുണ്ട്. ഇത് രാജ്യത്ത് ലോകത്തും ചർച്ചാ വിഷയമാണ്. ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. അഴിമതി വിരുദ്ധ പോരാട്ടം ശരിയായ അർത്ഥത്തിൽ പോകണമെങ്കിൽ ഈ നയത്തിനെതിരെയുള്ള പോരാട്ടം കൂടി കണ്ണി ചേർക്കേണ്ടതുണ്ട്. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ സംസ്ഥാനത്തെ ഈ വിഷയത്തിനകത്ത് കോൺഗ്രസിൻ്റെ ആർക്കെങ്കിലും നിലപാടെടുക്കാൻ പറ്റുമോ? എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിലേ പറയുന്നു, അവർ ഇതിൽ പങ്കുപറ്റിയവരാണ് എന്നേ ജനം വിലയിരുത്തപ്പെടൂ. കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ ശ്രീ ബാബുവിനെ സംരക്ഷിക്കാൻ വേണ്ടി വിജിലൻസ് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു എന്ന് പരസ്യ പ്രസ്താവന നടത്തിയാൽ സാമാന്യ ജനം ചിന്തിക്കുക മറ്റൊന്നുമല്ല, ഇവരും ഇതിന് പങ്കുപറ്റിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ ആ നിലയിലേക്ക് അഴിമതി വിരുദ്ധ വികാരം രാജ്യത്ത് ശക്തമാണ്, സംസ്ഥാനത്ത് ശക്തമാണ്. അതിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരിലുണ്ട്, മറ്റ് UDF പ്രവർത്തകരിലും അവർക്ക് വോട്ട് ചെയ്തവരിലുമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള ഇല്ലാത്തവരുമായ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അഴിമതി വിരുദ്ധ മനോഭാവത്തിൽ നിലകൊള്ളുന്നവരാണ്. അവരുടെയൊക്കെ പൂർണ്ണ പിന്തുണ വിജിലൻസിൻ്റെ ഈ നിലപാടിൻ്റെ ഭാഗമായി സർക്കാർ ഇതിൽ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നു എന്നുള്ളതിന്റെ കൂടി ഭാഗമായി സർക്കാർ അങ്ങനെ ഒരു ഭയമുണ്ടോ ശ്രീ ഷഫീർ? KPC അധ്യക്ഷന് തൊട്ടാൽ നാറും, തൊടേണ്ട കാര്യമില്ല, തന്ത്രപരമായ നിലപാട് അന്നേ ഞാൻ പറഞ്ഞു, കേട്ടില്ല, അതിന്റെ പരിണിത ഫലം അനുഭവിക്കട്ടെ. എന്താണ് KPC അധ്യക്ഷന്റെ ഈ മൗനം? KPC പ്രസിഡന്റ് ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, ദർ ഹാവ് നോ കമൻസ് എന്ന് പറഞ്ഞാൽ കമൻ്റ് ഇല്ല എന്നല്ല, കമൻ്റ് ഇപ്പോൾ പറയുന്നില്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം? 24-ാം തീയതി
കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ കോർ കമ്മിറ്റി കൂടാൻ പോവുക. ഇത് ചർച്ച ചെയ്യാനാണോ? ഇതും സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. ഈ വിഷയവും സ്വാഭാവികമായും ചർച്ച ചെയ്യും. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് KPC പ്രസിഡന്റ് ഇത്രയും ഒരു ഡൈനാമിക്കായി പ്രതികരിക്കേണ്ട വിഷയമല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറയാത്തത്. അല്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരിക്കാൻ എന്തെങ്കിലും ഭയമുള്ള ആളാണോ ശ്രീ VM സുധീരൻ? അങ്ങനെയാണോ പ്രതീക്ഷ കാണുന്നത്? അല്ലല്ലോ. മന്ത്രിയാണ്. ഞാനൊരു കാര്യം പറയാം. സംസ്ഥാനം ഭരിച്ച ഒരു കേരളത്തിൽ ശ്രീ VM സുധീരൻ കേരളത്തിൽ നിലപാടുകൾ ഓരോന്നായി തുറന്ന് കാര്യങ്ങൾ പുറത്തേക്ക് ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ഇന്നലെയോ തുടങ്ങിയ വിഷയമൊന്നും അല്ലല്ലോ, പൊട്ടിമുളച്ചല്ലോ ഷഫീർ. അല്ല, ഞങ്ങളുടെ കാര്യമായിട്ട് പ്രതികരിക്കാനുള്ള ബാധ്യത അത് KPC അധ്യക്ഷനാണ് അദ്ദേഹം. ഞാനത് കാര്യം പറയാം. ഞങ്ങൾ ഇളമരം കരീമിനെതിരായ വിജിലൻസ് അന്വേഷണം വന്നപ്പോഴും ഇതേ KPC അധ്യക്ഷൻ VM സുധീരൻ സാറിൻ്റെ നിലപാടെന്താ? നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അത് ബാബുവിൻ്റെ കാര്യത്തിലായിരുന്നാലും അത് KM മാണിയുടെ കാര്യത്തിലായിരുന്നാലും ആരുടെ കാര്യത്തിലായിരുന്നാലും നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഡോക്യുമെൻ്ററി എവിഡൻസുകൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടുമല്ലോ, കോടതിയിൽ അത് എടുക്കുമല്ലോ. ഡോക്യുമെൻ്ററി എവിഡൻസുകളും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകളും എല്ലാം എടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഇതൊരു ആരോപണമാണെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരിച്ചുകൊണ്ട് തിരിച്ചു വരാൻ കഴിയുമല്ലോ. അതിനകത്ത് KPC പ്രസിഡന്റ് പ്രതികരിച്ചേ പറ്റൂ എന്നുള്ള ധാർഷ്ട്യമൊന്നും ആർക്കും വേണ്ട. ഇവിടുത്തെ പ്രശ്നം എത്രയേ ഉള്ളൂ. അന്നും ഇന്നും അദ്ദേഹം പറഞ്ഞെന്താ, ഏതെങ്കിലും തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ ഇലക്ഷന് മാറി നിൽക്കണം. അദ്ദേഹം സ്വതന്ത്രമായൊരു സമീപനം പാർട്ടിക്ക് എടുത്തുള്ള ആളല്ലേ. അങ്ങനെ എടുത്തപ്പോഴെന്ത് പറ്റി? അന്ന് സ്വാഭാവികമായിട്ട് എടുത്തപ്പോൾ അത് ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ശ്രീ K ബാബുവിനെതിരായി വിജിലൻസ് അന്വേഷണം വന്നു. ആ അന്വേഷണം അയാൾ നേരിടുന്നു. അന്വേഷണം നിയമത്തിൻ്റെ വഴിയിലൂടെ അദ്ദേഹം നേരിടും. അത് അതിൻ്റെ വഴിക്ക് പോകും. അതിൽ KPC പ്രസിഡന്റ് നിലപാട് പ്രഖ്യാപിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയകാര്യ സമിതിക്ക് കൂടിയിട്ട് ഒരു ഭൂരിപക്ഷ തീരുമാനം വരട്ടെ. അതുവരെ അദ്ദേഹം നേരത്തെ ശ്രീ ചന്ദ്രശേഖരനെതിരായി കശുവണ്ടി ഇടപാടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വന്നു. പ്രസിഡന്റ് പ്രതികരിച്ചില്ലല്ലോ. KM മാണിയെ VV അഗസ്റ്റിൻ PP അദ്ദേഹം നേരിട്ട് വന്നിട്ട് കേസ് എടുക്കുന്നില്ല, ഞങ്ങൾ തുടരന്വേഷണത്തിന് താല്പര്യമില്ല എന്ന് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു പബ്ലിക് പ്രോസിക്യൂട്ടർ. ഞങ്ങൾ പ്രതികരിച്ചില്ലല്ലോ. അതിനുശേഷം ഇങ്ങോട്ട് എത്രയോ കേസ് KM മാണിക്കെതിരായി FIR എടുക്കാൻ പറഞ്ഞു, ഞങ്ങൾ പ്രതികരിച്ചില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ KPC അധ്യക്ഷന്റെ നിലപാട് കാണിച്ചിട്ടുണ്ടോ? റിയാസിന്റെ മറുപടിയുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ്, നിയമത്തിന്റെ വഴിക്ക് എല്ലാ കാര്യങ്ങളും പോകുമെന്ന് KPC പ്രസിഡന്റ് മുൻകാലങ്ങളിൽ പറഞ്ഞ അതേ മറുപടി, അതേ ശൈലി ഇപ്പോഴും സ്വീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നിനും കാണേണ്ടതില്ലെന്നാണ് ഷഫീർ പറയുന്നത്. മറുപടി: ഒന്ന്, ഇവിടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു മുൻ മന്ത്രിയുടെ പേര് വേണ്ടാണ്ട് വലിച്ചടച്ചു. അല്ല, ആരോപണം ഉന്നയിക്കുന്നതിന് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഉന്നയിക്കാം. പക്ഷേ 5 കൊല്ലക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏതെങ്കിലും മന്ത്രിയുടെ വീട്ടിൽ ഇതുപോലെ വിജിലൻസ് റെയ്ഡോ അല്ലെങ്കിൽ വിജിലൻസ് റിപ്പോർട്ടോ വന്നിട്ടുണ്ടോ? പരിശോധിച്ചില്ല എന്ന് കാണാൻ പറ്റും. UDF ആയിരുന്നല്ലോ ഭരിച്ചത്. അങ്ങനെ എന്തുണ്ടെങ്കിൽ അത് ചെയ്യാമായിരുന്നല്ലോ. അത് പോട്ടെ. അപ്പോൾ അതൊന്നും ഇതിലേക്ക് പറഞ്ഞാൽ കാലം മാറിയിട്ടുണ്ട്. ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കും. ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് അനുസൃതമായി ചർച്ച പോകുന്നതിന് പകരം നമ്മൾ പഴയത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അടിസ്ഥാന ഇതായി പറഞ്ഞാൽ ജനം മനസ്സിലാക്കും. 2, ഇതിനോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. സഫീർ പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി എന്തിനാ പ്രതികരിച്ചത്? ശ്രീ VM സുധീരൻ്റെ അതേ പാർട്ടിയിലെ അതുപോലെ തന്നെ ഗ്രേഡുള്ളൊരു നേതാവാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം എന്തിനാണ് പ്രതികരിച്ചത്? അങ്ങനെയാണ് MM ഹസൻ എന്തിനാണ് പ്രതികരിച്ചത്? MM ഹസൻ KPCCയുടെ ഉപാധ്യക്ഷനല്ലേ? അങ്ങനെയാണ് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി 3, ശ്രീ VM സുധീരൻ പ്രതികരിക്കാൻ മോശമൊന്നുമില്ല, എല്ലാ കാര്യത്തിലും പ്രതികരിക്കേണ്ട ആളാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. ശരി തന്നെ. അതൊക്കെ ഇതുപോലെ KPCCയുടെ പ്രധാന യോഗം കൂടിയതിന് ശേഷമായിരുന്നോ ശ്രീ VM സുധീരൻ പ്രതികരിച്ചിരുന്നത്? അല്ലല്ലോ. അപ്പം തന്നെ സ്പോട്ട് പ്രതികരിക്കുകയായിരുന്നല്ലോ. കോഴിക്കോട് ജില്ലയിൽ ഒരു പരിപാടിക്ക് വന്ന സമയത്ത് ഇത് വീണ്ടും എടുത്തു ചോദിച്ചപ്പോൾ ദർ ഈസ് നോ കമൻറ്റ് നൗ എന്നല്ല പറഞ്ഞത്, ഇപ്പോൾ കമൻ്റ് ഇല്ല എന്നല്ല പറഞ്ഞത്. ഇതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം ഇല്ല എന്നാണ്. അപ്പോൾ പറയുന്നത് കൃത്യതയോടുകൂടി പറയണം. നമ്മളൊക്കെ TV യിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ സുധീരൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, അതിനെക്കുറിച്ച് ഒരു ചർച്ചയാവാം. 1, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ താൻ അധ്യക്ഷനായ ഒരു പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ് കൊള്ള നടത്തിയെന്നുള്ള അഭിപ്രായം വരുമ്പോൾ മിണ്ടാതിരിക്കണമെങ്കിൽ അത് ജനത്തിന് അയാൾ മിണ്ടിക്കൊള്ളണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല എന്ന് ആ പാർട്ടി പറയുകയാണെങ്കിൽ ജനം അതിനെങ്ങനെയാണ് എടുക്കുക? ജനം അതിനെങ്ങനെയായിരിക്കും കാണുക? അതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന നേതാവ് കട്ടുപിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊള്ള ആരോപണം വരുമ്പോൾ, വിജിലൻസ് റെയ്ഡ് വരുമ്പോൾ അതിൻ്റെ KPCCയുടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന അമരക്കാരൻ മൗനം പാലിക്കുന്നത് ജനാധിപത്യ മര്യാദയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ജനങ്ങൾക്കിടയിലുണ്ട്. 2, ഇതിന് കൂട്ടുപിടിക്കാൻ തനിക്ക് പറ്റില്ല, താൻ പണ്ടേ ഇതൊക്കെ അഭിപ്രായം പറഞ്ഞാണ് എന്നുള്ളത് കൊണ്ടുള്ള ആത്മനിഷ്ഠമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണോ എന്ന ചോദ്യമുണ്ട്. ഇതിനൊക്കെ കാലം തെളിയിക്കും. എന്താണ് ശരി, ഏതാണ് ഉത്തരം എന്നുള്ളതൊക്കെ കാലം തെളിയിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതികരിക്കാത്തത് ഒരു ക്വാളിറ്റി അല്ല, പ്രതികരിക്കുകയാണ് വേണ്ടത്. യെസ് ഓർ നോ.
തൻ്റെ പാർട്ടിയിലെ അഴിമതി തുറന്നു കാണിക്കപ്പെടുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അങ്ങനെയാണ്, അത് തെറ്റാണ്, അയാൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയാനോ തയ്യാറാവുകയാണ് ജനാധിപത്യ മര്യാദ. തീർച്ചയായും. ശ്രീ അജിത്ത്, ഇവിടെ ഇതൊരു എ ഗ്രൂപ്പിൻ്റെ അടിത്തറ ഇളകുന്ന തരത്തിലേക്ക് വരികയാണോ? കാരണം പല മന്ത്രിമാരിലേക്കും കാര്യങ്ങൾ പോകുന്നു. മാധ്യമപ്രവർത്തന നിലയിൽ ചില വാർത്തകളെങ്കിലും വിജിലൻസുമായി ബന്ധപ്പെട്ടൊക്കെ നടപടിക്രമങ്ങളിലേക്ക് ഉള്ള പെട്ടെന്ന് റിപ്പോർട്ടുകൾ താങ്കൾ കിട്ടുന്ന ആളാണ്. കടുത്ത ഭീതി, ഒരു ഭീതിയിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം ആ ദിശയിൽ പരിശോധിച്ചാൽ? ഇല്ല, ഇതിനകത്ത് ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നമൊന്നും ഇതിനകത്ത് വരുന്നില്ലല്ലോ ശ്രീ പ്രജീഷ്. ഞാൻ പറഞ്ഞത് ഒരു ഗ്രൂപ്പിൻ്റെ പ്രമുഖരെല്ലാം അല്ലെങ്കിൽ അഴി എണ്ണുന്ന ഒരു സ്ഥിതിയിലേക്കുള്ള തെളിവുകൾ, ഞാനതാണ് നേരത്തെ ആവർത്തിച്ചത്. ഒരു രാഷ്ട്രീയ വിഷയമല്ല, ഇതൊരു നിയമവശമായി അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കപ്പെട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ ദിശ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് കൂടുതൽ പേരും എ ഗ്രൂപ്പിൻ്റെ അടിവേര് ഇളകുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്തുണ്ട്. അതായത് ശ്രീ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇന്നലത്തെ യു ഡി എഫ് യോഗത്തിലും അദ്ദേഹം ആ നിലപാടാണ് എടുത്തത്. അതായത് പിന്നെ അഴിമതിയെ നമ്മൾ അംഗീകരിക്കില്ല. അത് ഇന്ന് തന്നെ ശ്രീ രമേശാണ് പറഞ്ഞത്, കൃത്യമായിട്ട് പറഞ്ഞത്, ജനപ്രതിനിധികൾ ഈ പറഞ്ഞ പോലെ സംശയത്തിൻ്റെ നിഴലിലാകരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ സുവ്യക്തം. ഇതിനകത്ത് ഈ പിന്നെ ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും ആ ഒരു ഭിന്നതയൊന്നും ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് തന്നെ പ്രതികരണം കൂടി താങ്കൾ കേട്ടുവല്ലോ. അല്ല, തീർച്ചയായിട്ടും അത് ശ്രീ ഹസൻ KPCC വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ്, അല്ലാതെ എ ഗ്രൂപ്പിൻ്റെ വ്യക്താവ് എന്നുള്ള രീതിയിലല്ല എന്ന് തന്നെ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കണം. മറ്റൊന്ന്, ഇപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് ഒന്നും അല്ലല്ലോ വിഷയം. ഈ ഒരു അഴിമതിയെ ആരും അംഗീകരിക്കുന്നില്ല, ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകണം എന്നുള്ള. പക്ഷേ നമ്മളതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്നുള്ള സന്ദേഹം അവിടെ നിൽക്കേ, അതിന് ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് രാഷ്ട്രീയ പ്രേരിതമാകരുതെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയാണ് UDF-നും കോൺഗ്രസിനും മറ്റേ UDF-ലെ ഘടകകക്ഷികൾക്കുമുള്ളത്. അപ്പോൾ എന്ത് രാഷ്ട്രീയ പ്രേരിത? നമുക്ക് ഡയറക്റ്റ് എന്ത് രാഷ്ട്രീയം? ഞാൻ പറഞ്ഞ വസ്തുതകൾ അല്ലാതായാൽ ഏതെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് തെളിവുകൾ കൊണ്ടുവരുന്ന രീതിയിലേക്കാണെങ്കിൽ നമുക്കവിടെ രാഷ്ട്രീയമായി ഇത് വലിച്ചഴിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപം ശ്രീ അജിത്തിനുണ്ടോ? ഇല്ല, ഈ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതേ വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണം നടന്നിരുന്നു. ശ്രീ മാണിക്കും ശ്രീ ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണം ഉണ്ടായല്ലോ. അന്ന് ഈ പറഞ്ഞ പോലുള്ള അതേ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി അന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് ഒരു FIR-നെ പോലുള്ള സ്കോപ്പ് അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഇതിലേക്ക് വന്നായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന അല്ലെങ്കിൽ സ്വർണം വെക്കുകയോ വിജിലൻസ് കൊണ്ടുപോയി എഴുതിയ റിപ്പോർട്ട് അല്ലെങ്കിൽ രേഖകൾ ബാബുവിന്റെ വീട്ടിൽ കൊണ്ട് അവിടെ നിന്ന് എടുക്കുകയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും? അങ്ങനല്ല, അങ്ങനെ ഒന്നും ആരും പറയുന്നില്ല. തീയില്ലാതെ പോയുണ്ടാവില്ല എന്നും അതും സമ്മതിക്കുന്നു. പക്ഷേ ഒരു കേരളത്തിൽ ഒരു മുൻ മന്ത്രിയുടെ വീടും അദ്ദേഹത്തിൻ്റെ പ്രിമൈസൈസും റെയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു നടപടി അങ്ങ് എക്സ്ട്രീം. ശ്രീ റെജി ലൂക്കോസ്, അതിന് മറുപടി. കാരണം ശ്രീ അജിത്തിനെ പോലുള്ള വളരെ വളരെ ഔന്നത്യമുള്ള മാധ്യമപ്രവർത്തകനെ പോലും ഒരു പക്ഷേ അദ്ദേഹം ന്യായീകരണത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കഴിയാത്തൊരു സാഹചര്യമാണ്. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അജിത് സാറിന്റെ നിസ്സഹായാവസ്ഥയെ ഞാനിവിടെ മാനിക്കുന്നു. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുൻ മന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് ആദ്യമാണ്. അതിനുള്ള തൻ്റെടം കാണിച്ചത് ഈ ഗവൺമെന്റാണ്. അതിന് മുൻകൈ എടുത്തത് കേരളത്തിലെ സംശുദ്ധമായിട്ടുള്ള IPS ഉദ്യോഗസ്ഥരുടെ നിലയിൽ ഒന്നാം സ്ഥാനത്ത്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആയിരുന്നു എന്നാണ് ശ്രീ അജിത്ത് പറയുന്നത്. അതൊക്കെ പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. പക്ഷേ അത് കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധിച്ചോട്ടെ. ഈ കാട്ടുകള്ളനെ പോലെ ഉള്ള പരിവേഷമുള്ള ഒരാളുടെ വീടുകളിൽ കയറി റെയ്ഡ് നടത്തിയതിന് രാഷ്ട്രീയ പരിവേഷം എന്ന് പറയുന്നത് നിലനിൽപ്പുണ്ട്. പറയുന്ന പ്രതീക്ഷ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചാനലിനോട് എനിക്ക് പറയാനുണ്ട്. തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന നിയോജകമണ്ഡലത്തിൽ ഉത്തര കൊറിയയിലെ കിം ജോങ്ങിന്റെ ഭരണത്തിന്റെ കീഴിൽ ആ ജനങ്ങൾ അനുഭവിക്കുന്ന ഇതിലുള്ള പീഡാനുഭവമാണ് തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. എന്താ വെച്ചാൽ ലോകത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിലും സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ടോൾ കൊടുക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അത് തൃപ്പൂണിത്തുറക്കാർക്ക് മാത്രമേ ഉള്ളൂ. തൃപ്പൂണിത്തുറയിൽ നിന്നും തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൽ നിന്നും കുണ്ടന്നൂരിലേക്ക് പോകുന്ന വഴിക്ക് ഏതാണ്ട് 20 കോടിയിൽ മാത്രം താഴെ വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു പാലത്തിന് ഈ കെ ബാബു എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ ബിനാമികളാണ് അവിടെ ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗുണ്ടകളെ പോലെയുള്ള കുറേ ആളുകൾ ആ ടോളിൽ നിന്നുകൊണ്ട് അസമയത്തും അല്ലാത്ത സമയത്തും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ പിഴിയുകയാണ്. ഇന്നലെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 40 ലക്ഷം രൂപ ഒരു മാസം അടുത്ത് പിരിക്കുന്നു. അതിന്റെ പിന്നിൽ ഈ ബാബു. ഇവിടെ ഈ പറയുന്ന ബാബുവിലേക്ക് മാത്രമാണോ കാര്യങ്ങൾ ഒതുങ്ങേണ്ടത്? അതാണ് എന്റെ ചോദ്യം. ഒരിക്കലുമല്ല. ഞാനത് ആദ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു.
കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെക്കുറിച്ച് ഇവിടെ ആരോപണങ്ങൾ വെളി വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദയനീയമായിട്ട് കഴിവുകെട്ടവൻ എന്ന് പേര് കേരളത്തിലെ ഓരോ ജനങ്ങളും വിരൽ ചൂണ്ടുന്ന കഴിഞ്ഞ സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ അനൂപ് ജേക്കബിനെ കുറിച്ച് പോലും കോടികളുടെ അഴിമതികൾ അന്തരീക്ഷത്തിലുണ്ട്. അതിനെതിരെയും ഇവിടെ വിജിലൻസിൻ്റെ വിരൽ ചൂണ്ടും എന്ന കാര്യത്തിൽ കേരളം പ്രതീക്ഷിക്കുന്നു. അതിലുപരിയായിട്ട് കേരളത്തിൻ്റെ മുക്കിലും മൂലയും കൊള്ളയടിക്കുവാനായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞ മന്ത്രിമാരെ മുഴുവനും കേരളത്തിന്റെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു, അഴിയെണ്ണിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ബാബു ഒരു തുടക്കം മാത്രമാണ്. ശ്രീ ഷഫീർ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഷഫീർ. കാരണം അവിടെ രാഷ്ട്രീയം ആണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കൽ എന്ന് മാത്രം പറഞ്ഞ് പരിതപിക്കാനോ അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. ഉമ്മൻചാണ്ടിയിലേക്കടക്കം കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുകയാണ് ശ്രീ ഷഫീർ. അല്ല, ഞാനൊരു കാര്യം അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ട്രെൻഡ് മാറി. 2011 കൂടി നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തെങ്കിലും അഴിമതി കേസിൽ പ്രതിയായ കരുണാനിധിയുടെ മകളെ കനിമൊഴിയെയും രാജയെയും ചുമന്നതിൻ്റെ പരിണിത ഫലമാണ് ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസ് അനുഭവിച്ചത്. കോൺഗ്രസ് പോത്തന്റെ ഒരു വേദനയാണ് കനിമൊഴി. അത് കഴിഞ്ഞിട്ട് ആം ആദ്മി പാർട്ടി ഷീലാ ദീക്ഷിതിന്റെ ഗവൺമെന്റ് ഡൽഹിയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പോയവർക്കറിയാം. എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്നറിയോ? അവിടെ കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട് നടന്ന ആരോപണങ്ങളാണ്. അപ്പോൾ ഒരു 50 പൈസയുടെ അഴിമതി പോലും ജനം ഇനി ക്ഷമിക്കില്ല. വില്ലേജ് ഓഫീസുകളിൽ ഇവരുടെ കൽമാടി എന്ന് പറയുന്ന എംപി 3000 കോടി വെട്ടി ജയിലിൽ പോയി. സ്വാഭാവികമായിട്ടും ഒരു വില്ലേജ് ഓഫീസിൽ 50 രൂപ കൊടുക്കുന്നത് പോലും പരിതപിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ ഈ ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ഹർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞാൻ ഇന്നലെ ഫേസ്ബുക്കിലൂടെ ഉൾപ്പെടെ പറഞ്ഞത്, അഴിമതി ആരോപണം നേരിട്ടവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ല. അത് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്ന എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. റൈസാർ നിൽക്കൂ, നിങ്ങളൊരു ചിന്തകനല്ലേ, സമാനപ്പെടൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടല്ലോ. ജനങ്ങളെ അപ്പൊ സ്വാഭാവികക്കണക്കിന് കോടി രൂപയുടെ കൊള്ളയടിച്ചതാണ്. ഞങ്ങൾ സമാധാനപ്പെടാൻ പറയരുത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പൗരബോധമുണ്ട്. ആ കേരളത്തിലെ ജനങ്ങളുടെ പൗരബോധത്തെ, നീതിബോധത്തെ, ജനാധിപത്യ ബോധത്തെയാണ് നിങ്ങൾ കച്ചവടം ചെയ്തത്. ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അലിഗേഷൻസ് ഉള്ളവർ അവരുടെ ഡോക്യുമെന്ററി എവിഡൻസുകൾ വെച്ച് കോടതിയെ സമീപിച്ചുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരണം. അതിനൊരു പാർട്ടി ഇപ്പം തന്നെ ബഹുമാനായ ശ്രീ കെ ബാബു അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി പോയി. പത്രപ്രവർത്തകർ അടുത്ത് വിളിച്ചിരുത്തി ചോദിച്ചു, KPC അധ്യക്ഷനോട് ചോദ്യം. അപ്പോൾ ബഹുമാനായ ശ്രീ ബാബു അദ്ദേഹം പിന്നെ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് ഞാൻ മുഖ്യമന്ത്രിയോട് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ, KPC അധ്യക്ഷനോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറയുന്ന അദ്ദേഹം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് പാർട്ടിയുടെ പിന്തുണ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ, എല്ലാം വ്യക്തമാണ്. 3, ചെറുപ്പക്കാർക്കിടയിൽ നമ്മളിത് കണ്ടും കേട്ട് നമ്മൾ കോൺഗ്രസിനകത്ത് പോകുന്നത് ഈ പാർട്ടിയുടെ ഉണ്ടാവണം. രാഹുൽ ഗാന്ധി പിന്നെ ഏറ്റവും അവസാനം ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു സമ്മേളനത്തിൽ വന്നു, ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി പറഞ്ഞു, ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും ബാധ്യതയാണ് അഴിമതിയെ തുറന്നു കാണിക്കുക, അഴിമതിക്കാർക്കെതിരെ വിരൽ ചൂണ്ടുക, അഴിമതിയുടെ സിംഹാസനത്തിന്റെ കറുത്ത കൂടാരങ്ങൾക്കെതിരെ കൈവിരൽ ചൂണ്ടുക. രാഹുൽ ഗാന്ധി യോഗം പോലും ചേരാൻ കഴിയാത്ത വിധം ഈ നിലയ്ക്കാണ് വിജിലൻസ് പോകുന്നതെങ്കിൽ അഴിക്കൂട്ടിലേക്ക് പോവുകയാണ്. ഞാനൊരു പറയാം, ഒരാളിനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കൊടുക്കുന്ന സമീപനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. എന്നാൽ ആരോപണങ്ങൾ ഡോക്യുമെന്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അലിഗേഷൻസ് വന്നാൽ അവർ നിയമപരമായി അത് തീരുമാനിക്കണം. പാർട്ടിയെ പിടിച്ച് ഈ പാർട്ടിക്ക് ഇനി ഇത്തരം തരത്തിൽ ആരോപണങ്ങൾ ചുമക്കാനുള്ള ശേഷിയില്ല. ഈ പാർട്ടിക്ക് അതായത് KPC അധ്യക്ഷൻ അത് തിരിച്ചറിയുന്നു. അല്ല, ഈ പാർട്ടിക്ക് അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അന്വേഷിക്കുന്നവർ തെളിവുകൾ ഹാജരാക്കട്ടെ, തെളിവുകൾക്കെതിരായി മറുതെളിവുകൾ ഹാജരാക്കട്ടെ, കോടതിയിൽ പോട്ടെ, അത് മുന്നോട്ട് പോട്ടെ. ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകണം. ഇവിടുത്തെ ചെറുപ്പക്കാർ അക്ഷമരാണ്. ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അഴിമതിക്കെതിരായി അനുകൂലമായിട്ട് എത്ര കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നു? അതിന് നിങ്ങൾ മറുപടി പറയാം. നിങ്ങളുടെ KPCC പ്രസിഡന്റ് എന്തുകൊണ്ടാണ് വാ തുറക്കാത്തത്? അതിന്റെ കാരണം സിമ്പിളാണ്. KPCC പ്രസിഡന്റിനെ വാ തുറക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്താ? ഈ ബാബു കഴിഞ്ഞ ഇലക്ഷന് ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കരുതെന്ന് KPCC പ്രസിഡന്റ് സുധീരൻ നിങ്ങളുടെ ഹൈക്കമാൻഡിൽ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബാബുവിന് സീറ്റ് കൊടുത്തില്ല എങ്കിൽ, അടൂർ പ്രകാശിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ
ഞാൻ മത്സരിക്കാനില്ല എന്നും പറഞ്ഞ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പിളർപ്പിന്റെ പാർട്ടി ഭീഷണി പിളർപ്പിലേക്ക് വിളിച്ചുകൊണ്ട് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്തല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളുടെ KPCC പ്രസിഡന്റ് വാതുറക്കാത്തത്? അല്ല, നിങ്ങൾക്ക് KPCC പ്രസിഡന്റ് വല്ലാതെ ആക്രമിക്കണമെന്ന് റജി കുത്തക കേട്ടിട്ടുണ്ട്. അല്ലല്ല, ഞങ്ങൾ മറുപടി പറയുന്നില്ല. ഇവിടെ നടക്കുന്ന പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ ഒരു കാര്യം പറയാം, പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും, പക്ഷേ എടുത്തു ചാടി പ്രതികരിക്കേണ്ട കാര്യമില്ല. മുഹമ്മദ് റിയാസിലേക്ക് എത്തും മുമ്പ് ശ്രീ ജയേഷ് കുട്ടമത്ത്, ഇവിടെ കഴിഞ്ഞ 4 ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പിലൊക്കെ കെ ബാബു ഉൾപ്പെടെയുള്ളവർ നൽകിയ സാമ്പത്തികം സ്രോതസ് ബാബുവിൻ്റെ പരിശോധിച്ചാൽ 40,000 രൂപ തൻ്റെ കൈവശം ഉള്ള പണം, ഇങ്ങനെ അസത്യ പ്രസ്താവന നൽകിയതിലൂടെ ഇപ്പോഴുള്ള ആരോപണങ്ങളുടെ വ്യാപ്തി ഇരട്ടിക്കുകയാണ്. കാരണം വിജിലൻസിന് പല രീതിയിൽ നിയമക്കുരുക്കുകൾ നടത്താനുള്ള അവസരം കെ ബാബു തന്നെ ഒരുക്കിയിരിക്കുന്നു. മറ്റ് മന്ത്രിമാരിലേക്ക് കൂടിയൊക്കെ പോകേണ്ട സാഹചര്യമുണ്ടോ? ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് അടിയന്തരമായി വേണ്ടത്? തീർച്ചയായിട്ടും നമുക്കറിയാവുന്നത് 40,000 രൂപ മാത്രമാണ് തൻ്റെ കൈവശമുണ്ട് എന്ന് അന്ന് ബാബു നമ്മുടെ സത്യവാങ്മൂലം കൊടുത്തത്. പക്ഷേ അത് നൽകണം. ഇന്ന് ഏറ്റവും വലിയൊരു തട്ടിപ്പ് തന്നെയാണത്. കാരണം അദ്ദേഹത്തിന് നിയമപരമായി ആദ്യം തന്നെ ഇപ്പോൾ വിജിലൻസ് അത് മുഴുവൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അത് കഴിഞ്ഞപ്പോൾ അറിയാം, നമ്മൾ ഈ ബാബുവിൻ്റെ കാര്യം നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ അവിടെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കക്ഷിയാണ് ബാബുറാം. അത് ഷമീറിന് അറിയാം, ബാബുറാം എന്ന് പറയുന്ന വ്യക്തി അറിയാമല്ലോ. അദ്ദേഹം അന്ന് 5 വർഷം കൊണ്ട് ഇപ്പം നടക്കുന്ന BMW അല്ലെങ്കിൽ ഓഡി കാറിലാണ്. അപ്പോൾ ബാബു സഞ്ചരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിൽ ഇന്ന് ഒരു ഏറ്റവും വലിയ ഒരു ബിസിനസ് ഗ്രൂപ്പ് നടത്തുന്ന ഒരു സ്ഥാപനം നടത്തുന്ന മുതലാളിയാണ് ബാബു എന്നുള്ളത് അറിയാം. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്? ഈ പറയുന്ന ബെന്നി ബെഹന്നാനുണ്ട്, അപ്പോൾ പിന്നെ ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ട്, ആണെങ്കിൽ നമ്മുടെ വിഷ്ണുനാഥ് MLA ഉണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ അകത്തിൽ പങ്കാളികളാണെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്കറിയാം. ഇവരെല്ലാം ഇതിൻ്റെ അകത്തിൽ പങ്കാളിയാണെന്ന് വളരെ വ്യക്തമായി ഷമീർ ഉൾപ്പെടെ അറിയാവുന്ന കാര്യമാണ്. ഷമീർ തന്നെ സമ്മതിക്കുന്ന ഒരു കാരണം പ്രധാനപ്പെട്ടത് VM സുധീരൻ ഇതെല്ലാം വളരെ വ്യക്തമായി നേരത്തെ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. അദ്ദേഹം അത് വളരെ വ്യക്തമായി തന്നെ KPCCയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അത് ഷമീറിന് അറിയാവുന്നതായിരിക്കാം, ഷമീറിന് അവരോട് പറയാൻ പറ്റുന്നില്ലായിരിക്കാം, അത് ഞാൻ ഒരിക്കലും ഷമീറിനെ കുറ്റം പറയല്ല. പക്ഷേ ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ്? ബാബുവും കൂട്ടാളികളും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇനിയും പ്രതിയാകാൻ പോകുന്ന ആരാണ്? ഇനിയിപ്പോൾ ബാബുവിന് രക്ഷപ്പെടാനാണെങ്കിൽ ഒരു പ്രധാന വഴി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയായിരുന്നു, താൻ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ബാബുവിന് തുറന്നു പറയണം. അപ്പോൾ ബാബു ഇപ്പോൾ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനങ്ങളോട് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു പറയണം. ഉമ്മൻചാണ്ടിയുടെ പേര് പുറത്തു പറയണം, ആണെങ്കിൽ നമ്മുടെ വിഷ്ണുനാഥിന്റെ പേര് പറയണം. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഷഫീർ പറഞ്ഞ കാര്യം കേട്ടുവല്ലോ. കാരണം ഷഫീർ കൂടി അല്ലെങ്കിൽ അംഗീകരിക്കുന്ന അവരുടെ നേതാവ് അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ അന്നേ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ഇനി എന്തായിരിക്കും? ഒരു പക്ഷേ മറ്റ് ചലനങ്ങൾ, അതിൽ എന്തായാലും ഒരു ഇടപെടൽ ഒരർത്ഥത്തിലും നടത്തില്ല എന്ന് നിങ്ങൾ വാക്ക് നൽകുമ്പോഴും വീണ് കിട്ടാൻ വേണ്ടി ഒരു രാഷ്ട്രീയമായ ഇടപെടൽ അല്ലെങ്കിൽ പകപോക്കൽ ഏതെങ്കിലും അർത്ഥത്തിൽ വീഴട്ടെ എന്ന രീതിയിലാണ് ആ ഒരൊറ്റ പോംവഴി, അല്ലെങ്കിൽ അത് മാത്രമേ ഇനി കയറി പിടിക്കാനുള്ള അവസരമുള്ളൂ. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ സർക്കാർ പൂർണ്ണമായും അല്ലെങ്കിൽ ഇതിൽ ഇടപെടില്ല, വിജിലൻസ് മുന്നോട്ട് പോയാൽ ഏതൊക്കെ ദിശയിലൂടെ അന്വേഷണം പോകേണ്ടി വരും? വ്യാപ്തി കൂടുകയാണോ ശ്രീ മുഹമ്മദ് റിയാസ്? അത് പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ പതനത്തിൻ്റെ ഒരു കാരണം ഇവിടെ സൂചിപ്പിച്ചു. അത് സൂചിപ്പിച്ച സമയത്ത് അതിനെതിരെ പ്രൊട്ടസ്റ്റും ഉണ്ടായിരുന്നു. ആ റെയ്ഡിനെതിരെ തമിഴ്നാട്ടിൽ വലിയ രീതിയിലേക്കുള്ള പ്രൊട്ടസ്റ്റ്, പ്രതിരോധം, ഹർത്താൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു രാഷ്ട്രീയ പകപോക്കലായി അതിനെയും കമ്പയർ ചെയ്താണോ, അതുപോലെയാണോ ഇത്? അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതുപോലെയാണോ ഇത് വ്യക്തമാക്കേണ്ടതുണ്ട്. 2, ഇവിടെ ഒരു KPCC പ്രസിഡന്റ് മൗനം പാലിക്കുന്നത് ശക്തമായ അഴിമതി വിരുദ്ധ നിലപാടായി കാണാൻ വേണ്ടി പറ്റില്ല. ശക്തമായ അഴിമതി വിരുദ്ധ നിലപാടാണ് അദ്ദേഹം എടുക്കുന്നതെങ്കിൽ, അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ആത്മാർത്ഥത വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ, പറയുന്ന വാക്കിനോട് ശ്രീ ബാബുവിനെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു നിമിഷം വെച്ച് പൊറുപ്പിക്കാൻ വേണ്ടി പാടില്ല. ഒരു KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇതുപോലുള്ള ആളുകളുമായി സഹകരിച്ചുകൊണ്ട് തനിക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല എന്ന നിലപാട് നേരത്തെ ഉമ്മൻചാണ്ടി ശ്രീ ബാബുവിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ താൻ ചെയ്യുമെന്ന് പറഞ്ഞെടുത്തതുപോലുള്ള തീവ്രമായ നിലപാട് ശ്രീ ബാബുവിനെതിരെ നടപടിയെടുക്കേണ്ട കാര്യത്തിൽ ശ്രീ സുധീരൻ എടുത്താൽ കുറേയും കൂടി ശ്രീ സുധീരൻ അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുന്നുവെന്ന് പറയാൻ വേണ്ടി പറ്റും. അതിന് മൗനം ഒരു നിലപാടായി കാണാൻ വേണ്ടി പറ്റില്ല.
മൂന്നാമത്തത് ഇവിടെ പറഞ്ഞത് വിജിലൻസിൻ്റെ പോക്ക്. നിങ്ങളുടെ ചോദ്യം, വിജിലൻസിൻ്റെ പോക്ക് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഇങ്ങനെ തന്നെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് സർക്കാർ ഇല്ലാതെ, നിയന്ത്രണമില്ലാതെ തന്നെ ഇൻഡിപെൻഡൻ്റായി പോകുന്നത് സാമൂഹിക പ്രവർത്തകർക്ക് ആകെയുള്ളൊരു സന്ദേശമാണ്, എല്ലാവർക്കുമുള്ള സന്ദേശമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചില്ലറ ഉണ്ടാക്കി കളയാം, ഇത് ഒരു വരുമാന മാർഗമാണെന്ന് കരുതി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾക്കുമുള്ളൊരു സന്ദേശമാണ്. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇതാണ്. ആ നിലയിൽ ഇത്തരം സംവിധാനങ്ങൾ സ്വതന്ത്രമായി മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്തും പോയി കഴിഞ്ഞാൽ ഒരു വലിയ അളവോളം നമുക്ക് ഇത്തരം അഴിമതികളെ ചെറുക്കാൻ വേണ്ടി പറ്റും. അതിന് മാതൃകയായി കേരളം മാറുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും ശ്രീ അജിത്ത്, അവിടെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു ഇടപെടൽ വേണ്ടി വരുന്നത്. ഇവർ മുഖമുദ്രയാക്കി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ അഴിമതിക്കെതിരെ ഉള്ള ഇടപെടൽ അത് തന്നെയായിരുന്നല്ലോ പ്രചരണ രംഗത്ത് അവർ മുന്നോട്ട് വെച്ചത്. അതിൽ നീതിപൂർവമായ രീതിയിൽ പ്രായോഗികത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലേ? ആ ദിശയിൽ പരിശോധിച്ചാൽ രാഷ്ട്രീയ ആരോപണമൊക്കെ മാറ്റിവെക്കാം. താങ്കൾ ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു മന്ത്രിയുടെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തി കടുത്തുപോയി, അതൊന്നുമല്ല, അവർ പറഞ്ഞ വാക്കിനോട് കൂറ് പുലർത്താൻ കഴിഞ്ഞുവോ ഇല്ലയോ? ഇപ്പോൾ ഈ LDF ഗവൺമെന്റിന്റെ നിലപാടുകളെ കുറിച്ചാണോ? അതെ അതെ, തീർച്ചയായും. അല്ല, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അവരുടെ ഇടപെടലല്ല ഞാൻ പറഞ്ഞത്, അവരുടെ ഭരിക്കുന്ന സമയത്ത് വിജിലൻസ് സർക്കാരിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ മറ്റൊരു വേറൊരു രീതിയിലുള്ള അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു തീർച്ചയായിട്ടും ഏത് തിരഞ്ഞെടുക്കപ്പെട്ട ഏത് സർക്കാരിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലുള്ള അഴിമതി വിരുദ്ധ നിലപാടുകൾ തന്നെയാണ്, സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള ഞാൻ മുമ്പേ പറഞ്ഞ ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഒരു മുൻ മന്ത്രിയുടെ പരിസരത്ത് ഇതുപോലെ റെയ്ഡ് നടക്കുന്നതെന്ന് പറഞ്ഞത്. അത് കുറച്ചുകൂടെ ഒരു തെളിവുകളൊക്കെ കിട്ടിയതിന് ശേഷം, അതല്ല ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഇതങ്ങ് ഫ്രെയിം ചെയ്തിട്ട് പിന്നെ അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതിയിലേക്കാണോ പോകുന്നതെന്നൊരു സന്ദേഹം വന്നാൽ അതിനെ തെറ്റു പറയരുത്. അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു മുൻവിധിയോടെയുള്ളൊരു സമീപനം കൂടി ഉണ്ടോ ഇതിനകത്തെന്നുള്ള ഇതുണ്ട്. പിന്നെ രണ്ട്, ഈ പറഞ്ഞ പോലെ ശ്രീ ബാബുവിനൊന്നും ഇനിയിപ്പോൾ കോൺഗ്രസ്സിലൊരു പുനരധിവാസമോ അല്ലെങ്കിൽ പൊതുരംഗത്ത് പോലും അദ്ദേഹത്തിന് ഇതിനിപ്പോൾ കേസും കൂട്ടമൊക്കെ ആയിട്ട് ഇനി എത്ര കാലം പോകണം? ഇപ്പോൾ late 60s 60കളുടെ മധ്യത്തിലെത്തി നിൽക്കുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഇനിയൊരു ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിനൊന്നും ഇനി അദ്ദേഹത്തിന് ബാല്യമില്ല. പേരുകൾ വലിച്ചഴക്കേണ്ട ശ്രീ പ്രതീക്ഷ. ഇപ്പോൾ ഈ ശ്രീ ബാബുവിൻ്റെ അവിടെ നടക്കുന്ന റെയ്ഡിനെ കുറിച്ചും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചുമാണല്ലോ ചർച്ച. മറ്റു പേരുകളൊന്നും അതൊക്കെ നമ്മൾ മുൻവിധിയോട് അതിനെ സമീപിക്കേണ്ട. ഇപ്പോൾ ശ്രീ ബാബുവിൻ്റെ ഇഷ്യൂ ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ശ്രീ ബാബുവിന് ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിൽ ഒരു പുനരധിവാസമോ അല്ലെങ്കിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് പൊതുരംഗത്തേക്കുള്ള വലിയ ഒരു സാന്നിധ്യമോ സാങ്കത്യമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പോലും അത് പ്രതീക്ഷിക്കുന്നുണ്ടാകുന്നില്ല. ശ്രീ ഷഫീർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും ശ്രീ ബാബു പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളുണ്ട്. KPC പ്രസിഡന്റുമായിട്ടുള്ള ഈ പറഞ്ഞ വ്യക്തിപരമായ ചില ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി അന്നൊരു നിലപാട് എടുത്തതിനെക്കുറിച്ച് ശ്രീ റജി പറഞ്ഞ ഉമ്മൻചാണ്ടി ആ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. തന്നോടൊപ്പം ടീമിലെ പ്ലെയേഴ്സ് ആയിരുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ക്യാപ്റ്റൻ്റെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വത്തിലായിരിക്കണം ശ്രീ ഉമ്മൻചാണ്ടി അന്ന് ഹൈക്കമാൻഡിനോട് പോലും വഴക്കുണ്ടാക്കിയത്. അപ്പോൾ അതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പക്ഷേ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ തീരുമാനിച്ചു ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഇതെല്ലാം വ്യക്തമായിരിക്കുന്നു ജനങ്ങൾക്ക്. ശ്രീ അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ ജനം അംഗീകരിക്കില്ല ശ്രീ പ്രതീക്ഷ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രമാത്രം പ്രബുദ്ധം എന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അഴിമതി വെച്ച് പൊറുപ്പിക്കില്ല, തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അഴിമതിക്കെതിരായിട്ടുള്ള ആ ഒരു പ്രയാണത്തിലാണെങ്കിൽ അതിനെ ജനം സ്വാഗതം ചെയ്യും. തീർച്ചയായും. ശ്രീ റജി ലൂക്കോസ്, അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ താങ്കൾക്ക് പറയാം. അതായത് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം വൃദ്ധന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിലില്ല. ഈ BRM ഷഫീറിനെ പോലെ മാത്യു കൊഴുനാടനെ പോലെയൊക്കെയുള്ള ആർജവത്വം ഉണ്ടായെന്ന് അവകാശപ്പെടുന്ന യുവാക്കളായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഈ ചെറുപ്പക്കാർ കോൺഗ്രസിലെ ഈ വൃദ്ധ നേതാക്കന്മാർക്കെതിരെ വിരൽ ചൂണ്ടണം. അതുപോലെ തന്നെ ഇവിടെ ഷഫീറും അജിസാറും പറഞ്ഞ പോലെ തന്നെ ബാബു എന്ന് പറയുന്ന കാട്ടുകളിൽ നിന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന തൃപ്പൂണിത്തുറയിലെ ജനങ്ങളെ ടോൾ എടുക്കാണ്ട് പുറത്തു പോകാതിരിക്കാനുള്ള തന്ത്രങ്ങളിലൂടെ തന്നെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാബുവിനെ പോലുള്ളവരെ കേരളത്തിലെ സമൂഹം ചെറിയാമിലിപ്പിനെ പോലുള്ള നീതിമാനായ ഒരു മനുഷ്യനിട്ടിരിക്കുന്ന പോസ്റ്റ് പോലെ ഇവിടുത്തെ വിവാഹ നിശ്ചയങ്ങളിൽ പോലും പങ്കെടുപ്പിക്കാതെ കൊണ്ട് കേരളത്തിലെ സമൂഹം ഇവരെ ബഹിഷ്കരിക്കണം. ഈ കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഴുവൻ കള്ളന്മാരെ അകത്തു കൊണ്ടുപോകണം. അതിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഈ മന്ത്രിസഭയ്ക്കും ആർജവത്വമുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നതും. അതാണ് ഇന്ന് രാത്രിയിലെ ഏറ്റവും നല്ല വാർത്തയും. തീർച്ചയായും ശ്രീ ഷഫീർ ഇനിയെങ്കിലും യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പ്രതികരിക്കണം. ജീവിതത്തിൽ ഇന്നുവരെ കള്ളം പറയുകയോ കള്ളം പറഞ്ഞ് സ്ഥാനം നേടുകയോ ചെയ്യാത്തൊരു നേതാവാണ് ശ്രീ VM സുധീരൻ.
ഏറ്റവും അവസാനം ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി സോണിയാഗാന്ധി കൊടുത്ത പൈസ ചില്ലിക്കണക്ക് വരെ എഴുതി വെച്ചതിന് ശേഷം ബാക്കി അതല്ല ശരിയാണ്. പക്ഷേ തിരിച്ചു അല്ലെങ്കിൽ തള്ളി പറയണം. ആ ആർജവം ഉണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് എടുക്കാതെ കാര്യങ്ങൾ സുധീരനെ പോലെ ഒരു ആദർശവാനായ കേരളത്തിന്റെ മനുഷ്യൻ അഴിമതിക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമീപിക്കുമെന്ന് അല്ലെങ്കിൽ സംസാരിക്കും. പ്രതീക്ഷിക്കുന്നുണ്ടാവും, റജി പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ കേരള സമൂഹം BM-ൽ നിന്നും അഴിമതിക്കാർക്ക് അനുകൂലമായ അല്ലെങ്കിൽ അഴിമതി കേസുകൾക്ക് അനുകൂലമായ ഒരു സമീപനം പ്രതീക്ഷിക്കേണ്ടതില്ല. അദ്ദേഹം അത് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഏകദേശം കേരളത്തിൽ 2.5 ലക്ഷത്തോളം ആളുകൾക്ക് 1 സെന്റ് സ്ഥലമില്ലാത്തവരുണ്ട്, പുറമ്പോക്കിൽ കിടക്കുന്നവരുണ്ട്, റെയിൽവേ പുറമ്പോക്കിൽ കിടക്കുന്നവരുണ്ട്. ഇപ്പോൾ കെ ബാബുവിന് ഭൂമിയുണ്ടെന്നോ തേനിയിൽ ഭൂമിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ 2.5 ലക്ഷം 1 സെന്റ് സ്ഥലമില്ലാത്ത പാവങ്ങൾ 120 ഏക്കറൊക്കെ തേനിയിലുണ്ടെന്നൊക്കെ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ അവർ അന്തം വിട്ടു പോകും, അവർ ഈ പ്രസ്ഥാനത്തെ വെറുത്തു പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സത്യസന്ധമായി ഡോക്യുമെൻ്ററി എവിഡൻസുകൾ പരിശോധിക്കട്ടെ. കെ ബാബു നീതിമാനാണെങ്കിൽ, അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തിന് തെളിയിക്കാൻ അവസരം കൊടുക്കണം. അദ്ദേഹത്തിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ മറിച്ച് ഇതിൽ പാർട്ടിയെ പഴിചാരി പാർട്ടിയെ ഇല്ലാതാക്കുന്ന സമീപനങ്ങൾ ദയവായി ഈ ഘട്ടത്തിൽ തൊട്ട് നാറേണ്ട കാര്യമില്ല എന്ന് KPC അധ്യക്ഷൻ കൂടി മനസ്സിലാക്കുന്നു. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ഷഫീർ, ഒപ്പം അജിത് കുമാർ മാധ്യമപ്രവർത്തകൻ, റജി ലൂക്കോസ് മാധ്യമപ്രവർത്തകൻ, CPM നേതാവ് മുഹമ്മദ് റിയാസ്, ജയേഷ് കുട്ടമത്ത് പൊതുപ്രവർത്തകൻ. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. ഇനി 9 മണി വാർത്തയുമായി രശ്മി മാക്സിം ചേരും. നമസ്കാരം.